അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് മിസ് നിങ്ങൾക്ക് ഒരു പുതിയ യൂണിറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ വെള്ളത്തെക്കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മളുടെ 4ാമത്തെ യൂണിറ്റാണ് അൽ വഹദത്തു റാബിയ, 4th യൂണിറ്റാണ്. ആ യൂണിറ്റിൻ്റെ പേര് നഹ്വൽ ഖുലറത്ത്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ മെയിനായിട്ട് പഠിക്കുന്നത് കൃഷിയെക്കുറിച്ചാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ലെസന് ഇബ്നുൽ മുത്തിയ, സെക്കൻഡ് ലെസൺ മസ്റാത്തുൻ ജമീല, തേർഡ് വൺ ഹുവ വശംസിയ, ലാസ്റ്റ് യൗമുൽ ഹസാദ്. അങ്ങനെ 4 ലെസൺസാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ 4ാമത്തെ യൂണിറ്റിൽ ഉള്ളത്. അപ്പോൾ നമുക്ക് 1ാമത്തെ ലെസണിലോട്ട് കടന്നാലോ? നോക്കാം. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പിക്ചർ ഒന്ന് നോക്കുക. മൻ ഹാദ റജുലു, ഈ മനുഷ്യൻ ആരാണ്? ഫസ്റ്റ് പിക്ചർ നോക്കുക. അതുപോലെ ഇലാ ഐന യദ്ഹബു, ഇദ്ദേഹം എങ്ങോട്ടാണ് പോകുന്നത്? ഈ 2 പിക്ചർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഫസ്റ്റ് പിക്ചറിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? ഒരാൾ എന്താ ചെയ്യണത്? നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരാൾ ഒരു വടിയുമേൽ പാട്ട കെട്ടിയിട്ട് അതിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് അല്ലേ? അപ്പോൾ തൊട്ടപ്പുറത്ത് എന്തുണ്ട്? ഒരു തോട്ടം നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ഒരു വാഴത്തോട്ടം. അപ്പോൾ എന്താണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത്? ഇദ്ദേഹം ആരാണപ്പോൾ? ഇദ്ദേഹം ഒരു കൃഷിക്കാരനാണ് അല്ലേ? അപ്പോൾ ഈ കൃഷിക്കാരൻ രാവിലെ എഴുന്നേറ്റ് അയാളുടെ വാഴത്തോട്ടത്തിന് നനയ്ക്കാൻ പോവാണ് അല്ലേ? അങ്ങനെ ഇയാൾ നനച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് ആ തോട്ടത്തിൽ ലഭിക്കുന്നത്? ഇയാൾ ആ 2 പാട്ട വെള്ളത്തിൻ്റെ സ്ഥാനത്ത് ഇയാൾക്ക് എന്ത് കിട്ടി? 2 വാഴക്കുലകൾ. ഒരു കാലത്ത് നമ്മൾ കൃഷി ചെയ്തിട്ടാണ് ഓൾമോസ്റ്റ് നമ്മൾ ഭക്ഷണങ്ങളിലെ പച്ചക്കറികൾ നമുക്ക് സ്വയം നമ്മൾ തന്നെ കൃഷി ചെയ്ത് കഴിച്ചത്. പിന്നീട് അതൊക്കെ മാറി നമ്മൾ ഫാസ്റ്റ് ഫുഡിലേക്കൊക്കെ മാറിപ്പോയി. ഇപ്പോൾ നമ്മൾ ഈ കൊറോണ ടൈമിൽ കുറേ പേര് കൃഷിയിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? കൃഷി ചെയ്യാനും അതുപോലെ ഗാർഡനിങ് അല്ലേ, ചെടി വെച്ച് പിടിപ്പിക്കാനും അങ്ങനെ ഒരുപാട് കഴിവുകൾ നമുക്ക് ഈ കൊറോണ ടൈമിൽ ആൾക്കാർ കൃഷിയിലോട്ടൊക്കെ ഒരുപാട് പേര് പോയിട്ടുണ്ട്. എന്താ പറയുക, നല്ല ജോബുള്ള ആൾക്കാർ ആ ജോലിക്ക് പോവാതെ കൃഷിയിലോട്ട് പോയി എന്നൊക്കെ മിസ്സ് ഇങ്ങനെ വായിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി ആയിട്ട് നമ്മൾ കൃഷിക്ക് പ്രാധാന്യം ആൾക്കാർ കണ്ടു തുടങ്ങിയില്ലേ? കാരണം നമ്മൾക്ക് ഇന്ന് ലഭിക്കുന്ന പച്ചക്കറി മാത്രമല്ല, എന്ത് ഫുഡായിക്കോട്ടെ അതിലെല്ലാം നമുക്ക് എന്തുണ്ട്? കെമിക്കൽ അല്ലേ? എല്ലാത്തിലും കെമിക്കലുണ്ട്. ഇപ്പോൾ നമ്മളൊരു പുറത്തുനിന്നൊരു പച്ചക്കറി മേടിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും അതിൽ എന്താ പറയുക, അത് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കണം, അല്ലെങ്കിൽ സൊർക്ക് ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കണം, എന്നിട്ട് വേണം കഴുകിയെടുക്കുക എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ നന്നായിട്ട് വേവിച്ച് കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അത്രയും കീടനാശിനികളൊക്കെ ചേർത്തിട്ടാണ് നമുക്കിപ്പോൾ പച്ചക്കറികൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കീടനാശിനി ഇല്ലാതെ ജൈവവളം ചേർത്ത നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് ഈ കൊറോണ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മിസ്സിൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഈ കൈപ്പയ്ക്ക അതുപോലെ പടവലങ്ങ അതൊക്കെ മിസ്സിൻ്റെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികളേക്കാളും വളരെ ടേസ്റ്റിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പതിയെ നമ്മൾ മലയാളീസ് കൃഷിയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഒരു കൃഷിക്കാരൻ്റെ കഥയാണ് നമ്മൾ ഈ യൂണിറ്റിലൂടെ പറയുന്നത്. അപ്പോൾ കൃഷിയെക്കുറിച്ചിട്ടും നമുക്ക് അതിൻ്റെ ബാക്കി എന്താ പറയുക രസകരമായ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ഈ യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം മിസ് എന്ത് ചെയ്യാം, നിങ്ങൾക്കൊന്ന് ഈ ലെസൺ മിസ് വായിച്ചു തരാം, ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. അൽ ഇബ്നുൽ മുത്തിയ കാന ഫി ഗാബത്തിൻ ദുബ്ബുൻ ഹുവ മുസാരിയുൻ മുജ്തഹിദുൻ ഇസ്മുഹു ശംബു വഹുവ യഖ്ലി നഹാറഹു ഫിൽ മസ്റഅത്തി യൗമൻ ഖാല ലിഇബ്നിഹി ജംബു യാ ബുനയ്യ സിർതു ആജിസൻ
വല അഖ്ദിറു അല സിറാ വലിദ ഇദ്ഹബ ഇലൽ മസ്റാത്തി കുല്ല യൗമിൻ വനസ്വിഹത്തി ലക ലാ തദ്ഹബ് വലാ തർജി ഫി ശംസി ഫക്കറ ജംബു ഫി നസ്വിഹത്ത അബിഹി. നമുക്ക് അർത്ഥം നോക്കിയാലോ. അൽ ഇബ്നുൽ മുത്തിയ, അതായത് അനുസരണയുള്ള കുട്ടി. ഇബിൻ എന്ന് വെച്ചാൽ എന്താണ്? മകൻ, സൺ. മുത്തിയ അനുസരണയുള്ള. കാന ഫി ഗാബത്തിൻ ദുബുൻ. കാന ഫി ഗാബത്തിൻ, ഒരു കാട്ടിൽ ഉണ്ടായിരുന്നു. ദുബുൻ, ഒരു കരടി ഒരു കാട്ടിൽ ഉണ്ടായിരുന്നു. ഹുവ മുസാരിയോൻ മുജ്തഹിദുൻ, ആ കരടിയാണെങ്കിലോ മുസാരിയോൻ കൃഷിക്കാരനാണ്. മുജ്തഹിദുൻ ഹാർഡ് വർക്കറായ, വളരെയധികം അധ്വാനിക്കുന്ന ഒരു കൃഷിക്കാരനാണ് ആര്? നമ്മുടെ കരടി. ഇസ്മോ ശംഭു, കരടിയുടെ പേരെന്താണ്? ശംഭു എന്നാണ് നമ്മുടെ കരടിയുടെ പേര്. ഹുവ യഖ്ലി നഹാറഹു, നമ്മുടെ ശംഭു ഉണ്ടല്ലോ, ശംഭുവിൻ്റെ പകല് മുഴുവനും കഴിച്ചുകൂട്ടും. ഹുവ യഖ്ലി കഴിച്ചുകൂട്ടും, നഹാറഹു പകല് മുഴുവനും, ഫിൽ മസറാത്തി അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലത്ത്. അതെങ്ങനെയാണ് അദ്ദേഹം കൃഷി സ്ഥലത്ത് കഴിച്ചു കൂട്ടുന്നത്? വെറുതെ അവിടെ പോയി ഇരിക്കുകയാണോ? അല്ല. അദ്ദേഹം എന്ത് ചെയ്യും? ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് കൃഷി സ്ഥലത്തേക്ക് വന്ന് എന്നിട്ട് എന്ത് ചെയ്യും? അവിടെയുള്ള ചെടികൾക്കും അതുപോലെ എന്താ പറയുക മരങ്ങൾക്കും അതുപോലെ എന്തൊക്കെയുള്ള വസ്തുക്കളാണ് അദ്ദേഹം അവിടെ കൃഷി ചെയ്യുന്നത് അതിനൊക്കെ തടം വെച്ച് വളമിട്ട് വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്ത് പരിപാലിച്ച് അദ്ദേഹം എന്ത് ചെയ്യും? പകലവിടെ കഴിച്ചു കൂട്ടും. യൗമൻ, ഒരു ദിവസം, കാലലി ഇബിനിഹി ജംബു, തൻ്റെ മകനായ ജംബുവിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ ഒരു ദിവസം എന്ത് ചെയ്തു? തൻ്റെ മകനായ ജംബുവിനോട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം എന്താണ് മകനോട് പറഞ്ഞത്? നോക്കാം. യാ ബുനയ്യ, എൻ്റെ മോനെ, സിർത്തു ആജിസൻ, എനിക്ക് വയസ്സായി. ഞാൻ എന്താണ്? എനിക്ക് വയസ്സായി. വല അഖ്ദിറു, എനിക്കിനി കഴിയില്ല. അല സിറ, എനിക്കിനി കൃഷിയൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല. എനിക്കെന്താണ്? ഞാൻ ആകെ വയസ്സായി. അപ്പോൾ പഴയ പോലെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. വലിത, അതുകൊണ്ട് ഇദ്ഹബ്, നീ പോകണം, ഇലൽ മസറാത്തി കൃഷി സ്ഥലത്തേക്ക്, കുല്ല യൗമീൻ എല്ലാ ദിവസവും. അപ്പോൾ നമ്മുടെ ശംഭു ജംബുവിനോട് പറഞ്ഞു, നീ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് നീ പോകണം. കാരണം എന്താണ്? ഞാൻ വയസ്സായി, എനിക്ക് പഴയ പോലെ ഒന്നും കൃഷിയൊന്നും ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ ജംബു ആണെങ്കിലോ കുഴി മടിയനാണ് കേട്ടോ, പണിയൊന്നും എടുക്കില്ല. മടിയനായൊരു മകനാണ് ജംബു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റണില്ല? ശംഭുവിനെ കൃഷിയൊന്നും ചെയ്യാൻ വയ്യ. അപ്പം അതുകൊണ്ടാണ് തൻ്റെ മകനോട് പറഞ്ഞ എന്ത്? നീ വേണം ഇനി എനിക്ക് പകരം കൃഷിസ്ഥലത്തേക്ക് പോകേണ്ടത്. എന്നിട്ട് നമ്മുടെ ശംഭു എന്ത് ചെയ്തു? ജംബുവിനോട് പറഞ്ഞു, നിനക്ക് ഞാനൊരു അഡ്വൈസ് തരാം. വനസ്വീഹത്തിയിലക്ക, നിനക്ക് ഞാനൊരു ഉപദേശം തരാം. എന്താണ് നമ്മുടെ ശംഭു ജംബുവിന് കൊടുത്ത ഉപദേശം? ലാ തദ്ഹബ്, നീ പോകരുത്. വലാ തർജിഅ, നീ തിരിച്ചു വരരുത്. ഫി ശംസി, സൂര്യൻ ഉള്ള സമയത്ത്, അതായത് പകല്. അതായത് സൂര്യൻ എപ്പോഴാണ് നമുക്ക് ഉണ്ടാവുക? പകലാണ്. ആദ്യം ശംഭു പറഞ്ഞു, എനിക്ക് പകരം നീ കൃഷിസ്ഥലത്തേക്ക് പോകണം. പിന്നെ എന്ത് അഡ്വൈസാണ് കൊടുത്തത്? ലാ തദ്ഹബ്, നീ പോകാൻ പാടില്ല. വലാ തർജി, നീ തിരിച്ചു വരാനും പാടില്ല. ഫി ശംസി, സൂര്യനുള്ളപ്പോൾ. എന്താണ് ആ ഉപദേശം? അപ്പോൾ നമ്മുടെ ജംബു ഫക്കറ ജംബു, നമ്മുടെ ജംബു എന്ത് ചെയ്തു? ഇങ്ങനെ ആലോചിച്ചു. ഫീ നസ്വീഹത്ത ബിഹി, അവൻ്റെ വാപ്പ കൊടുത്ത ആ ഉപദേശം. എന്ത് ഉപദേശമാണ് വാപ്പ കൊടുത്തത് അവന്? ആദ്യം പറഞ്ഞു നീ കൃഷിസ്ഥലത്തേക്ക് പോകണം അല്ലേ. പിന്നെ പറഞ്ഞു എന്ത്? നീ പോകരുത്, നീ തിരിച്ചു വരാൻ ചെയ്യരുത്. എപ്പോൾ?
സൂര്യനുള്ള സമയത്ത്, അതായത് പകൽ അല്ലേ, പകൽ നീ പോകാനും പാടില്ല തിരിച്ചു വരാനും പാടില്ല. അങ്ങനെ നമ്മൾ എന്താണിപ്പോൾ നമ്മുടെ വാപ്പാലെ ശംഭു എന്തുദ്ദേശം ഉണ്ടാവുക, നമ്മുടെ ജംബു ഇങ്ങനെ ആലോചിച്ചിരുന്നു. എന്നിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ജംബു പോയി ഉണ്ടാവുക? കൈഫ യദ്ഹബു ലിബിനു ഇലൽ മസറ, എങ്ങനെയായിരിക്കും നമ്മുടെ ജംബു പോയിട്ടുണ്ടാവുക? എങ്ങനെയായിരിക്കും പോയിട്ടുണ്ടാവുക? അപ്പോൾ മക്കളൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക, എങ്ങനെയായിരിക്കും നമ്മുടെ ജംബു പോയിട്ടുണ്ടാവുക? പകൽ പോകാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതാണ് ഉപദേശം. പക്ഷേ ശംഭു എന്താ പറഞ്ഞത്, എനിക്ക് പകരം നീ വേണം കൃഷി ഇനി ചെയ്യാൻ. പിന്നെ പറഞ്ഞു എന്ത്, നീ പോകാനും തിരിച്ചു വരാനും പാടില്ല സൂര്യനുള്ള സമയത്ത്. പിന്നെ രാത്രിയാണോ കൃഷി ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ജംബു ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു. അപ്പോൾ മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഈ ലെസൺ നന്നായിട്ട് എന്ത് ചെയ്യണം, റീഡ് ചെയ്യണം. ഒരു 5 times എങ്കിലും നന്നായിട്ട് ലെസൺ റീഡ് ചെയ്യുക. എന്നിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കുക, എന്തായിരിക്കും പിന്നെ എങ്ങനെയായിരിക്കും നമ്മുടെ ജംബു കൃഷിസ്ഥലത്തേക്ക് പോയിട്ടുണ്ടാവുക? വാപ്പാടെ ഉപദേശം കേട്ടിട്ട് എങ്ങനെയായിരിക്കും നമ്മുടെ ജംബു പോയിട്ടുണ്ടാവുക? ഒന്ന് തിങ്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് വായിക്കുക. എന്നിട്ട് ഈ ലെസൺ ഒന്ന് വായിച്ചിട്ട് മിസ്സിന് മക്കൾ കേൾപ്പിച്ചു തരണം. ഓക്കെ, നോക്കി വായിക്കുന്ന ഒരു ഓഡിയോ മിസ്സിന് എന്ത് ചെയ്യണം, മക്കൾ അയച്ചു തരണം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ലെസൺ വായിക്കുക. 5 times വായിച്ചാലേ രക്ഷയുള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിച്ചിരിക്കുക. എന്നിട്ട് നന്നായി നല്ല ഫ്ലോയിൽ വായിച്ചിട്ട് വിക്കി വായിച്ചിട്ട് അയക്കിയത് മിസ്സിന് കേട്ടോ. നന്നായിട്ട് വായിച്ചിട്ട് ലെസൺ മിസ്സിനൊരു വോയിസ് അയക്കുക കേട്ടോ. ഓക്കെ.